ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം അവിലൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറുതായി കാരണം 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നേന്ത്രപ്പഴത്തിന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ട് വെച്ചിട്ട് ഇനി അതിലേക്കും നമുക്ക് നേന്ത്രപ്പഴം മുറിച്ചിടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും കടയൊക്കെ മുറിച്ച് 4 ഞാൻ വേവിക്കാനായിട്ട് ഇട്ട് ചെമ്പിലിട്ടിട്ട് ഇനി നമുക്കത് ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വേവട്ടെ കേട്ടോ. 5 മിനിറ്റോളം ഇരുന്ന് വേവട്ടെ. അടുപ്പത്ത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് നോക്കി നോക്കുമ്പോൾ ആവി വരുന്നുണ്ട്, നന്നായി വെന്തിട്ട് അമർത്ത് നോക്കുമ്പോൾ നന്നായി ഞെങ്ങുണ്ട് കേട്ടോ. പക്ഷെ നല്ലോണം പഴുക്കാത്ത പഴമായ കാരണം അത്ര അങ്ങോട്ട് പെട്ടെന്ന് ഉടയില്ല. അപ്പോൾ നമുക്ക് ഇനി അത് ഇറക്കി വയ്ക്കാം കേട്ടോ. അതിന് നമുക്ക് അടുപ്പത്തൊരു പാൻ വയ്ക്കാം കേട്ടോ. അതിൽ നമുക്ക് അവിലുണ്ടല്ലോ, അവിലൊന്ന് വറുത്തെടുക്കണം. നല്ല ഒന്ന് പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പുമ്പോൾ പൊട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റോളം വറുത്തെടുക്കാം. അപ്പോൾ ഇതേ കണ്ടോ, നന്നായി കളറൊക്കെ മാറി വന്നു തുടങ്ങിയിട്ട് അത് ഇങ്ങനെ കൈയോട് തിരിഞ്ഞ് നോക്കുമ്പോൾ പൊടിയുണ്ടെങ്കിൽ അവിലൊരു വറവ് പാകമായിട്ടോ. അപ്പോൾ നമുക്കിനി ഇറക്കി വയ്ക്കാം കേട്ടോ. അത് അവിലിനെ ഇറക്കി വയ്ക്കുക അടുപ്പത്തുനിന്ന്. അപ്പോൾ അവിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ പാനിൽ തന്നെ നമുക്കൊരു ടീസ്പൂണ് അവിലൊരു വേറെ പാത്രത്തിലേക്ക് പകർത്തി വെച്ചു കിട്ടുക. എന്നിട്ട് ഒരു ടീസ്പൂണ് നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നെയ്യിൽ തൊലി കളഞ്ഞ കപ്പലണ്ടീനെ കേട്ടോ. അത് കവറിൽ ഇങ്ങനെ വരണതാണ്. അത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരുവിധം കളറ് മാറിയപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു മുറി നാളികേരം ചെരുക്കിയത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ നാളികേരം നെയ്യിലൊക്കെ ഇടുന്നൊന്ന് ചൂടാവട്ടെ. ആ നെയ്യൊക്കെ അതിൽ പിടിക്കണം നമ്മുടെ നാളികേരത്തിൽ. അപ്പോഴേക്കും നമുക്ക് അവിലുണ്ടല്ലോ, അവിൽ വറുത്തച്ച് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് തിരുമ്പി കൊടുക്കട്ടെ. അപ്പോൾ വലിയ അവിലുകളൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ എന്നിട്ട് അത് നമ്മൾ പാനിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അതിനോടൊപ്പം ഒരു 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തു. എന്നിട്ട് നന്നായി കൂട്ടി ഇളക്കട്ടെ. നന്നായി കൂട്ടി ഇളക്കി ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി ശരിയാവട്ടെ കേട്ടോ. അപ്പോൾ നാളികേരം അവിലിനോടൊപ്പം പഞ്ചസാരയുടെ മധുരം മിക്സായി കിട്ടും കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റ് ഇളക്കി കൊടുത്താൽ അപ്പോൾ തരുന്നതിനെ കിടക്കുന്ന പഞ്ചസാരയൊക്കെ ഉരുകി അവിലും പഞ്ചസാര ആ നാളികേരത്തിലും ചേർന്നിട്ട് പഞ്ചസാര. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങിനുള്ള സാധനം കേട്ടോ. അത് നമ്മൾ തയ്യാറാക്കുന്ന സ്നാക്സിൻ്റെ ഫില്ലിങ്ങിനുള്ളതാണ്. അപ്പോൾ ഒന്ന് ആറട്ടെ കേട്ടോ. അതൊന്ന് ചൂടാറാൻ പരത്തി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾക്ക് വേവിച്ച നേന്ത്രപ്പഴമില്ലേ, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായി ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തൊലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇറക്കി വെച്ചെടുക്കലായിരുന്നു. അപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഒന്ന് ആറാൻ വെച്ചെടുക്കായിരുന്നു. ഞാൻ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം കേട്ടോ. അത് ഇപ്പോൾ ആ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമില്ലാത്ത കാരണം ടീസ്പൂൺ കൊണ്ടാക്കുമ്പോൾ അങ്ങനെ നന്നായി ഉടയണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കുത്തി മുറിച്ചിടല്ല. അത് എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഉടച്ച് കൊടുക്കണം കേട്ടോ. നന്നായി കയ്യിലോണ്ട് ശരിയാവില്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഉടച്ചിട്ട് കൈ കൊണ്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മാവ് ചേർക്കണം കേട്ടോ. അതിലേക്ക് ഗോതമ്പ് പൊടി ഒരു കപ്പ്, ഒരു 250 ml ഒരു കപ്പിലൊരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം കേട്ടോ. എന്തോരം വേണ്ടെങ്കിൽ എടുക്കുക. അതിലേക്ക് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന്. അപ്പോൾ പഴത്തിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ച് ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പോളം ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു 1/2 കപ്പ് കൂടിയും പഴത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി കൈ കൊണ്ട് മിക്സാക്കി കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്താൽ നന്നായി കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായി പഴവും ഗോതമ്പ് പൊടിയൊക്കെ മിക്സാക്കി എടുത്തു. ഇനി കൈ മോട്ടണതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൈൻ്റെ അടിയിൽ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായി അപ്പോൾ നന്നായി ഒതുങ്ങി കിട്ടും ചെയ്യും. അപ്പോൾ നന്നായി മിക്സാക്കി ഗോതമ്പ് പൊടിയും പഴപ്പൊടിയും നന്നായി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുഴക്കാം കേട്ടോ. അപ്പോൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് അത് കുറേശ്ശെ ഓരോ ബോളുകളാക്കി അതിൽ നിന്ന് ഉരുട്ടിയെടുക്കട്ടെ മാവ്. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ട് നമുക്കത് പരത്തിയെടുക്കാം. കൈൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ കുറച്ച് റൗണ്ട് തന്നെ പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായി മാവ് കുഴയ്ക്കണം. ഇടയിൽ ഇങ്ങനെ പരത്തുമ്പോൾ പൊട്ടാതിരിക്കാനായിട്ട് നന്നായി മാവ് കുഴയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കുഴച്ച് നന്നായി റെഡി ആയിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ പൊട്ടൊന്നുമില്ല. കണ്ട നന്നായി പരത്തിയിട്ടുണ്ട്. ഇനി അതിൽ ഉള്ളിൽ ഫില്ലിങ് വെക്കാം കേട്ടോ. അവിലും
അവിലും നാളികേരം പഞ്ചസാരയൊക്കെ ചേർത്തല്ലേ നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തത്, അത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കട്ടെ. എന്നിട്ട് അത് മൂടുക. കണ്ടതുപോലെ നിറച്ചതിന് ശേഷം ഫില്ല് ചെയ്തിട്ട് മൂടി ഉരുളാക്കി ഉരുട്ടി റെഡിയാക്കി എടുക്കട്ടെ. നന്നായി പുറത്തേക്ക് ഫില്ലിങ് കാണരുത് കേട്ടോ. ആ തരത്തിൽ നന്നായി ഫില്ല് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയിൽ എടുക്കട്ടോ. അടുത്ത് തന്നെ രണ്ടാമത്തതായിട്ടും അതുപോലെ തന്നെ ഒരു ഉരുള മാവ് എടുത്തുട്ടോ. ഇതുപോലെ തന്നെ കൈ കൊണ്ട് ഒട്ടി പിടിക്കുന്നുണ്ട് കുറേശ്ശെ. അപ്പോൾ ഒന്ന് നന്നായി പരക്കാനും ഒക്കെ നല്ലതാണ്. കൈൻ്റെ അടിയിൽ വെളിച്ചെണ്ണ ഇത്തിരി തൊട്ടിട്ട് ഒന്ന് 2 കയ്യിലാക്കാട്ടോ. എന്നിട്ട് കയ്യിലിട്ട് നമ്മൾ പരത്തണതല്ലേ, അപ്പോൾ അതാക്കുമ്പോൾ നന്നായി ഇങ്ങനെ പൊട്ടാതെ കിട്ടും കേട്ടോ. ഇങ്ങനെ പോലെ അമർത്തിയിട്ട് ഒന്ന് ഞെക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ഒന്ന് വട്ടനെ പരത്തിയെടുക്കാട്ടോ. കണ്ടോ, അപ്പോൾ പൊട്ടാതെ നല്ല ഭംഗിയിൽ വൃത്തിയിൽ കിട്ടും. കുഴയൊക്കെ നല്ല പാകമായി കാരണം നല്ല വൃത്തിയിൽ പരത്താനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് അമർത്തി അടയ്ക്കട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഉരുളകളും ഇതുപോലെ എല്ലാ മാവും ഉരുള ഉരുട്ടിയിട്ട് ശരിയാക്കിയിട്ട് വെക്കണം കേട്ടോ. ഉരുട്ടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങൊക്കെ അതുപോലെ ശ്രദ്ധിച്ച് വയ്ക്കുക. നല്ല ടേസ്റ്റുള്ള പലഹാരം കേട്ടോ. നന്നായി കഴിക്കുക. നല്ല ആവിൽ വെന്ത് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റ് അത് കഴിക്കാമെന്നറിയാം. പിന്നെ നമ്മുടെ ആവിലൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടെടുത്ത കാരണേ കടിച്ചിട്ട് നല്ലത് ആവിൽ വെന്താലും ആവിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് കേട്ടോ. തണവൊന്നും ആയിട്ടില്ല. നല്ല ക്രിസ്പിയിൽ കടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കപ്പലണ്ടിയൊക്കെ ഉള്ള കാരണം കപ്പലണ്ടിയോട് കൂടി കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ കണ്ട അതുപോലെ എല്ലാതും ഇങ്ങനെ നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുക്കട്ടെ. കണ്ട അപ്പോൾ ഇനിയുള്ള മാവൊക്കെ അതുപോലെ ഞാൻ ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാതും ഇതേ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അത് ആവിൽ വേവിക്കാനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നമുക്ക് ആ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഓരോന്നോരായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ തയ്യാറാക്കിയ സ്നാക്സ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇത്തിരി അകലം വിട്ട് വെച്ചോട്ടോ ഒട്ടാതിരിക്കാൻ. ഇങ്ങനെ വലിയവർക്കായാലും ചെറിയവർക്കായാലൊക്കെ നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ അതിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ പലഹാരം 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാനും പറ്റും. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ആ അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് നെയ്യിലൊക്കെ റോസ്റ്റ് ചെയ്ത കാരണം പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റോളൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ. നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ വെന്തതല്ലേ കാരണം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായി വെന്തുണ്ടാവും. നേന്ത്രപ്പഴം വെന്തുടച്ചതല്ലേ, പിന്നെ ഗോതമ്പിൻ്റെ മാവിലൊന്നും വേവണ്ടു. അപ്പോൾ നമ്മളിത് ഒട്ടൊന്നുമില്ല കേട്ടോ. നന്നായി റെഡി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് വെന്ത്. ഇനി നമുക്ക് ആ ഇഡ്ഡലി ചെമ്പിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട കാണുമ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ പൊളിക്കുമ്പോൾ നോക്കും നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായിട്ട് വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.